നമസ്കാരം, TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രിപ്പിൾ ലോക്ക്ഡൌണിനായി ഇനി വാർഡ് മുഴുവൻ അടച്ചിടില്ല. 100 മീറ്ററിനുള്ളിൽ 5 രോഗികളുണ്ടെങ്കിൽ ആ മേഖല മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ഒരു വീട്ടിൽ 1 രോഗിയുണ്ടെങ്കിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാകും. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ 8-ൽ കൂടുതലുള്ള തദ്ദേശ വാർഡുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പുതിയ കോവിഡ് നിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് LDF നിലനിർത്തി 244 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മൂത്താട് സജിലയാണ് വിജയിച്ചത്. വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച LDFിലെ സഹിറ ബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഓണപ്പൂവിളിയുമായി അത്തം വന്നെത്തി. സമൃദ്ധിയുടെ സ്വർണ്ണങ്ങൾ ഉയർത്തി അത്തച്ചടങ്ങുകൾക്ക് തുടക്കം. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. സംസ്ഥാനത്ത് 21,445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,45,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.73 ആണ്. ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പേർക്കുൾപ്പെടെ 3,300 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. ട്രിപ്പിൾ ലോക്ക്ഡൌണിനായി ഇനി വാർഡ് മുഴുവൻ അടച്ചിടില്ല. 100 മീറ്ററിനുള്ളിൽ 5 രോഗികളുണ്ടെങ്കിൽ ആ മേഖല മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ഒരു വീട്ടിൽ 1 രോഗിയുണ്ടെങ്കിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാകും. സംസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ വീണ്ടും പരിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 10 അംഗങ്ങളിൽ കൂടുതലുള്ള ഒരു വീട്ടിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുന്നതാണ് പുതിയ ലോക്ക്ഡൌൺ മാനദണ്ഡം. 100 മീറ്ററിനുള്ളിൽ 5 പേരിൽ കൂടുതൽ പോസിറ്റീവായാൽ ആ മേഖലയെയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കാനാണ് തീരുമാനം. വാർഡ് ആകെ അടച്ചിടുന്നതിന് പകരം എവിടെയാണോ രോഗവ്യാപനമുള്ളത് അവിടെ മാത്രം അടച്ചിടുക എന്നതാണ് പുതിയ രീതി. ഇതോടെ ഫ്ളാറ്റ്, വ്യവസായ സ്ഥാപനങ്ങൾ, ഏതാനും വീടുകൾ എന്നിവിടങ്ങളിലായി നിയന്ത്രണം ചുരുങ്ങും. നിലവിൽ പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കുന്നത്. ഇത് കുറച്ചുകൂടി ചുരുക്കും. മുഴുവനായി അടച്ചിടാതെ നിയന്ത്രണം ചെറിയ പ്രദേശങ്ങളിലെ ഒതുക്കാനാണ് തീരുമാനം. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ 8-ൽ കൂടുതലുള്ള തദ്ദേശ വാർഡുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പുതിയ കോവിഡ് നിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. പ്രതിവാര രോഗബാധിതരുടെ എണ്ണത്തിൽ ജനസംഖ്യാ റേഷ്യോ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരമാണ് നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചത്. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ അഥവാ WPR അടിസ്ഥാനമാക്കി ജില്ലയിൽ 6 പഞ്ചായത്തുകളിലാണ് രോഗബാധിതരുടെ എണ്ണം കൂടുതലുള്ളത്. ഇതനുസരിച്ച് 6 പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ചാലിയാർ, ചുങ്കത്തറ, എടക്കര, മൂർക്കനാട്, പോത്തുകൽ, പുലാമന്തോൾ പഞ്ചായത്തുകളിലാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. WPR പ്രകാരം രോഗികൾ കൂടുതലുള്ള തദ്ദേശ സ്ഥാപന വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കൊണ്ടോട്ടി നഗരസഭയിലെ 3, 13, 28 വാർഡുകളും, കോട്ടക്കൽ നഗരസഭയിലെ 18, 31 വാർഡുകളും, മലപ്പുറം നഗരസഭയിലെ 9, 29, 32 വാർഡുകളും, മഞ്ചേരിയിൽ 4, 5, 9, 10, 17, 24, 36, 41, 45, 46, 48 വാർഡുകളും, നിലമ്പൂർ നഗരസഭയിൽ 3, 6, 7, 8, 10, 11, 12, 17, 18, 21, 22, 28, 32 വാർഡുകളും, പെരിന്തൽമണ്ണ നഗരസഭയിലെ 6, 8, 9, 11, 16, 17, 19, 20, 22, 23, 24, 25, 26, 28 വാർഡുകളും, പൊന്നാനി നഗരസഭയിലെ 5, 9 വാർഡുകളും, താനൂർ നഗരസഭയിലെ 7, 8, 10, 17, 34, 35, 41 മുതൽ 43 വരെ വാർഡുകളും, തിരൂർ നഗരസഭയിലെ 6, 7, 16 വാർഡുകളും, വളാഞ്ചേരി നഗരസഭയിലെ 5, 11, 13, 20, 31 വാർഡുകളും കർശന ലോക്ക്ഡൌണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവുകൾ നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രമായി പരിമിതപ്പെടുത്തി. പാൽ, പത്രം, മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പാചകവാതക വിതരണം, ടെലികോം, മഴക്കാലപൂർവ്വ ശുചീകരണം, ചരക്കു ഗതാഗതം, ചരക്കുകളുടെ ലോഡിംഗ്, അൺലോഡിംഗ് എന്നിവയും അനുമതി നൽകിയിട്ടുണ്ട്. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി മാത്രം വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കാം. ബാങ്കുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. അവശ്യവസ്തുക്കളുടെ വിൽപ്പന ഉച്ചയ്ക്ക് 2 മണി വരെ അനുവദിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ജീവനക്കാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രസ്തുത സ്ഥാപനങ്ങളിൽ അനുവദനീയമായ ഗുണഭോക്താക്കളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രദർശിപ്പിക്കണം. നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലാകുന്നതിന് മുമ്പായി അതാത് പഞ്ചായത്തുകളിലും നഗരസഭാ വാർഡുകളിലും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ഉച്ചഭാഷിണിയിലൂടെ പൊതുജനങ്ങളെ അറിയിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് LDF നിലനിർത്തി. 244 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മൂത്താട്ട് സജിലയാണ് വിജയിച്ചത്. വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച LDFിലെ സഹിറ ബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KM സജില 244 വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
LDF-ന് 587 വോട്ടും UDF-ന് 343 വോട്ടും BJP-ക്ക് 74 വോട്ടുമാണ് ലഭിച്ചത്. ഒന്നാം ബൂത്തിൽ 139 വോട്ടിന്റെ ഭൂരിപക്ഷവും രണ്ടാം ബൂത്തിൽ 84 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. BJP-ക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 134 വോട്ട് ഇത്തവണ 74 കുറഞ്ഞു. തലക്കാട് പഞ്ചായത്ത് ഓഫീസിലാണ് വോട്ടെണ്ണൽ നടന്നത്. തലക്കാട് പഞ്ചായത്ത് വാർഡ് 15-ൽ മത്സരിച്ച് ജയിച്ച LDF-ലെ സഹിറ ബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥി സുലൈഖയെ 248 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് സഹിറ ബാനു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. തലക്കാടിന്റെ വികസനത്തിനായി കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും KM സജില പറഞ്ഞു. എൻ്റെ നാട്ടിലെ നല്ലവരായ എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വോട്ടർമാരൊപ്പം നിന്നിട്ട് ഇവിടെയുള്ള വികസനത്തിനു വേണ്ടി അവരെ കൂടെ ഞാൻ പ്രവർത്തിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി. 20 വർഷമായി തുടരുന്ന LDF-ന്റെ ഭരണത്തിന് തുടർച്ച തന്ന കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ജനതയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സഹിറ ബാനുവിൻ്റെ ഒഴിവിലേക്കായി ആഗസ്റ്റ് 11-ാം തീയതി ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് KM സജില 244 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ വാർഡിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച പ്രതീക്ഷ നിലനിർത്തുന്ന രീതിയിലുള്ള റിസൾട്ടാണ്. തലക്കാടിൻ്റെ മണ്ണിൽ ഒരിക്കൽ കൂടി ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ ഭരണം സ്ഥിരതയായി കയ്യിലേൽപ്പിച്ച ആ 15-ാം വാർഡിലെ ജനങ്ങൾക്കാകെ ഞങ്ങളുടെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. പ്രസക്തി എന്ന ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ ജമാഅത്തെ ഇസ്ലാമിയും BJP-യും UDF-നെ സഹായിക്കാൻ വേണ്ടി CPM-നെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ നല്ല തെളിവ് വോട്ടിൻ്റെ പാറ്റേണാണ്. ഇവിടെ ഇപ്പോൾ വിശദീകരിച്ച പാറ്റേണാണ്. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ ജനം തിരിച്ചറിയണം. ഇടതുപക്ഷത്തിന് വളരെ സുദൃഢമായ വിജയം ഉറപ്പിച്ച എല്ലാ ജനങ്ങൾക്കും അഭിവാദ്യം. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാറശ്ശേരി ഉപതെരഞ്ഞെടുപ്പിലെ സഖാവ് സജിലയുടെ വിജയം. ഈ വിജയം സമ്മാനിച്ച പാറശ്ശേരിയിലെ മുഴുവൻ ജനങ്ങളെയും CPM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കും. ജനാധിപത്യ മുന്നണിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം സമ്മാനിച്ച തലക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ വോട്ടർമാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം നേരുന്നു, ആശംസകൾ നേരുന്നു. നിലവിൽ LDF 10-ഉം UDF 8-ഉം BJP 1 എങ്ങനെയാണ് കക്ഷിനില. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഓണപ്പൂവിളിയുമായി അത്തം വന്നെത്തി. സമൃദ്ധിയുടെ സ്മരണകൾ ഉയർത്തിയാണ് അത്തം ആരംഭിച്ചത്. ചിങ്ങക്കൊയ്ത്തിന്റെ സമൃദ്ധിയിലേക്ക് മലയാളി കൺതുറക്കുന്ന അത്തദിനം ഓണത്തിലേക്കുള്ള വാതിലും തുറക്കുന്നു. സ്മരണകൾ ഉണർത്തി അത്തം വന്നെത്തി. ചിങ്ങക്കൊയ്ത്തിന്റെ സമൃദ്ധിയിലേക്ക് മലയാളികൾ കണ്ണു തുറക്കുന്ന അത്തം ദിനം ഓണത്തിലേക്കുള്ള വാതിലും തുറന്നു വയ്ക്കുകയാണ്. മഹാബലിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അത്തം മുതൽ ആരംഭിക്കും ഓരോ മലയാളിയും. പാടത്തും തൊടിയിലും പൂക്കൂടയുമായി കുട്ടികൾ ഓടി നടക്കുന്ന അന്തരീക്ഷത്തിൽ പൂവിളികളുടെ മാറ്റൊലി മുഴങ്ങുന്ന വീട്ടുമുറ്റത്ത് പൂക്കളമിട്ടും ഓണത്തിനായുള്ള മറ്റ് ഒരുക്കങ്ങളുടെയും മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ആഘോഷങ്ങളുടെ ആരവമുയരുന്ന ദിനങ്ങൾ. അത്തം മുതലുള്ള 10 ദിനങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിറയ്ക്കുന്നത് സന്തോഷത്തിന്റെ ദിനങ്ങൾക്കൊപ്പം ഗൃഹാതുരതയുടെ നല്ല ഓർമ്മകളുമാണ്. നാട്ടിൻപുറങ്ങളിൽ തൊടികളിൽ നിന്നും ശേഖരിക്കുന്ന പൂക്കൾക്കൊപ്പം മറുനാടുകളിൽ നിന്നും വണ്ടി കയറി വരുന്ന പൂക്കളും പൂക്കളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിരുന്ന പൂക്കൾക്ക് പകരം ഓണം ആഘോഷിക്കാനുള്ള പൂക്കൾ കേരളത്തിൽ തന്നെ കൃഷി ചെയ്യണമെന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി പ്രകാരം പല പഞ്ചായത്തുകളിലും കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളും ഇത്തവണ ഗൃഹാങ്കണങ്ങളെ അലങ്കരിക്കാനായി പൂക്കളങ്ങളിൽ എത്തും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇത്തവണയും കാര്യമായ കൂടിച്ചേരലുകൾ ഇല്ലാതെയാകും ആഘോഷ പരിപാടികൾ. 2 വർഷമായിട്ട് ഓണം ഇങ്ങനെ രസമില്ലാത്ത രീതിയിലാണ്. കോവിഡ് ആയതുകൊണ്ട് ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ മാക്സിമം ഇപ്പോൾ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. കോവിഡ് ആയാലും ഓണം നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങളിലെ ആഘോഷങ്ങൾ. ഓണാഘോഷം 2 വർഷമായിട്ടും കോവിഡ് സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഓണാഘോഷം പോയത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ആഘോഷിക്കുന്നു. സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നു. വളരെ സങ്കടമുണ്ട് കോവിഡ് സാഹചര്യത്തിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതിന്. സാമൂഹിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ആൾക്കൂട്ടം ഒഴിവാക്കൽ എന്നിവയ്ക്ക് ഈ ഓണക്കാലത്തും വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഓണത്തപ്പനെ വരവേൽക്കാനും ഓണസദ്യയ്ക്ക് ഇലയിടാനും ഓണക്കളികളിൽ മുഴുകാനുമുള്ള 9 നാളത്തെ കാത്തിരിപ്പ്.
SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 113 കുട്ടികളെ PTA-യും മാനേജ്മെന്റും ചേർന്ന് ആദരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വളവന്നൂർ ബാഫക്കി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 113 കുട്ടികളെ PTA-യുടെയും മാനേജ്മെന്റിന്റെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ 8ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ അടുത്ത് വന്നത്. അതിനുശേഷം ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ഫോൺ കൊടുത്തുകൊണ്ടുള്ള ഡിവൈസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇവിടെ നടന്നു. വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള PTA-യും രക്ഷിതാക്കളും. PTA പ്രസിഡന്റ് MA റഫീഖ് മാസ്റ്റർ അധ്യക്ഷനായി. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ് സമ്മാനദാനം നടത്തി. അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ AP പോക്ക മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുറത്തൂരിന് ഓണപ്പൂക്കളം ഒരുക്കാൻ വീട്ടുപറമ്പിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിക്ക് 100 മേനി. തൃത്തല്ലൂരിൽ പുറത്തൂർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ K ഗോപിനാഥാണ് തന്റെ പറമ്പിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങുന്ന മലയാളിയുടെ ശീലത്തിന് അറുതി വരുത്താനുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഗോപിനാഥ് ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി നടത്തിയത്. തൃത്തല്ലൂരിൽ 25 സെന്റ് സ്ഥലത്ത് 2 മാസം മുമ്പാണ് 250 ചെണ്ടുമല്ലി തൈകൾ നട്ടത്. നിറമരുതൂരിലെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്ന സുഹൃത്തുക്കളിൽ നിന്നാണ് പൂക്കൾ തൈ വാങ്ങിയത്. ജൂൺ മാസത്തിലാണ് കൃഷി ആരംഭിച്ചത്. എന്നാൽ കടുത്ത വേനൽ മൂലം തൈകൾ വാടുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ മഴ ലഭിച്ചതോടെ തൈകൾക്ക് ജീവൻ വെക്കുകയും ബഹുഭൂരിപക്ഷം തൈകളും പൊടിച്ചു തുടങ്ങി. ഇതോടെ ചാണകവളം ഉപയോഗിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജൂലൈ അവസാനമായതോടെ പൂക്കൾ വിരിഞ്ഞു. തമിഴ്നാട് ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുശീലിച്ച ചെണ്ടുമല്ലി പൂക്കൾ കൃഷി പുറത്തൂരിന് പുതു കാഴ്ചയുമായി. ചെണ്ടുമല്ലി കൃഷി ഉണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിൽ പൂവുണ്ടായി, ഒരു വിളവെടുത്ത് നല്ല ലാഭം തന്നെ ഉണ്ടായി. അപ്പോൾ അവരുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് ചെണ്ടുമല്ലി ഉണ്ടായി. ഏതാണ്ട് 500 തൈ വെക്കാനായിരുന്നു പ്ലാൻ. 400 വെച്ചു. അതിനുശേഷം നല്ല വെയിലായി. പിന്നീട് തിരുവാര ഞാറ്റയിലയിൽ പോലും വെയിൽ. അത് കഴിഞ്ഞ് ഗംഭീര മഴ, ചെണ്ടുമല്ലിയൊക്കെ വീണു, എല്ലാം പോയി എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ തൈയിൻ്റെ ഗുണങ്ങളുണ്ടാവാം. വീണ്ടും തൈ വളർന്ന് പൂവായി. ആകെ 2 മാസമായിട്ടുള്ളൂ ഇത് തൈ വെച്ചിട്ട്. നാളേക്കാണ് 2 മാസമാവുക. ഏതായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പൂക്കൾ, ആ പൂക്കളൊക്കെ വലിയ പൂക്കൾ, ഒരു പൂവിന് ഒരു 100 ഗ്രാമിലധികം ഉണ്ടാവും. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല കൃഷിയായി. അടുത്ത കുറി കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പ്ലാനിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുണ്ടകൻ വിരിപ്പ് കൃഷിയൊക്കെ ഉണ്ടാക്കും. പൂവ് ആദ്യമാണ്. നമുക്ക് ആദ്യം ഇതിന് പൂവിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് അത് വിജയിക്കുമെന്ന് ബോധ്യപ്പെട്ടു. ഈ കൃഷി ഇവിടെ മാത്രമല്ല, മൊത്തം സ്ഥലത്ത് കൃഷി ചെയ്യണം. അതിനുള്ള പ്രോത്സാഹനം കൃഷി വകുപ്പും പഞ്ചായത്തും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഈ നാട്ടിലത്തെ പൂ കൊണ്ട് തന്നെ ഓണം, അത്തും എല്ലാം ആഘോഷിക്കാൻ പറ്റും. മാല കെട്ടാനും പൂക്കടകളിലൊക്കെ ഉപയോഗിക്കത്തക്ക നിലയ്ക്ക് നല്ല പൂവ് ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും. നിരവധി പേരാണ് പൂക്കൾ കൃഷി കാണാനെത്തുന്നത്. വൈകുന്നേരങ്ങളിൽ പൂമ്പാറ്റയും ചിത്രശലഭങ്ങളും ഈ പൂന്തോട്ടത്തിൽ പറന്നെത്തുന്നതും കാഴ്ചയുടെ സുഗന്ധനങ്ങളും നൽകുന്നു. രാത്രിയിൽ പൂക്കൾ നൽകുന്ന സുഗന്ധക്കാറ്റും പ്രദേശവാസികൾക്ക് പുതുമയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. താനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 1/3 ഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നു. പോലീസിന്റെ ജനറൽ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റം. 2021 മലപ്പുറം ജില്ലാ പോലീസിന്റെ ജനറൽ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ ഭാഗമായി താനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 1/3 ഭാഗം പോലീസ് ഉദ്യോഗസ്ഥരാണ് പരപ്പനങ്ങാടി, തേഞ്ഞിപ്പാലം, തിരൂരങ്ങാടി, തിരൂർ കോട്ടക്കൽ, കൽപ്പകഞ്ചേരി എന്നീ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. കുറ്റാന്വേഷണ രംഗത്തും ക്രമസമാധാന പാലന രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച ഗ്രേഡ് SI-മാരായ പാരിജാക്ഷൻ, ഗിരീഷ് കുമാർ, രാജേഷ് കുമാർ,
SI പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷംസാദ്, ഫസൽ, കമ്പ്യൂട്ടർ സൈബർ സെൽ വിദഗ്ധരായ സലേഷ്, ഷൈജു, വിജേഷ്, കോടതി എയ്ഡ് പ്രോസിക്യൂഷൻ ഡ്യൂട്ടിയിലുള്ള വിജിത്ത, PRO തുടങ്ങിയവരാണ് 3 വർഷ കാലാവധി കഴിഞ്ഞ താനൂർ പോലീസ് സ്റ്റേഷന്റെ പടിയിറങ്ങുന്നത്. യാത്രയപ്പ് ചടങ്ങിൽ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ സലേഷിനെ ആദരിച്ചു. താനൂർ പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ ഒന്നിച്ച് ട്രാൻസ്ഫർ ആയി പോകുന്നത്. മുന്നേക്ക് നമ്മൾ ജനറൽ ട്രാൻസ്ഫർ ഇറങ്ങുകയാണെങ്കിൽ ഒരു 4 ആളെ വിടും, പിന്നെ SP ആരെങ്കിലും ഒന്ന് അവിടുന്ന് SP സാറ് ചവിട്ടി ഒന്നും കൂടെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു 5 ആളെ വിടും. കുറച്ച് ആൾക്കാർ പോകാതെ അവിടെ തന്നെ പിന്നെ താല്പര്യം അല്ലെങ്കിൽ വിടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ തന്നെ പിടിച്ച് നിർത്തിയൊക്കെ മൊത്തം കംപ്ലൈൻറ്റ് ചെയ്യാറില്ല. എന്തായാലും SP സാറ് ഒന്ന് കർശനമായിട്ട് നിലപാടെടുക്കുന്നതുകൊണ്ട് ആണെന്ന് അറിയില്ല, ഒറ്റയടിക്ക് എല്ലാവരും 17 ആൾക്കാരെ ട്രാൻസ്ഫർ. പിന്നെ അതിൽ തന്നെ മിക്ക പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പരാതികൾ വന്ന ട്രാൻസ്ഫറാണ്. നമ്മളെ സ്റ്റേഷനിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഗിരീഷ് സാറും ഡേറ്റിനും മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളത്. അവർ റിക്വസ്റ്റ് പിന്നെ SP സാറിന് കൊടുത്തിരുന്നു. കൂടാതെ അസോസിയേഷൻ മുഖേന ഇവരെ 45 കിലോമീറ്ററൊക്കെ ദൂരം മീറ്റിങ്ങിലുകൊണ്ട് അടുത്ത സ്റ്റേഷനുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വഴിയിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടി DYSP MI ഷാജി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയക്കാരൊക്കെ പരസ്പരം തല്ലുകയും വിട്ടുകയും പോലീസിനെ കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോഴേക്കും നമുക്ക് പോലീസിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചിട്ട് പോലീസ് എന്നുള്ള ഒരൊറ്റ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളിൽ ഐക്യം കൂടി. ആ ഐക്യം കൂടിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് പലതും നേടാൻ കഴിഞ്ഞു. ആ ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനകത്ത് ഐക്യത ഉണ്ടായി. പരസ്പരം ഒറ്റിക്കൊടുക്കാത്ത, പരസ്പരം പുലഭ്യം പറയാത്ത ഒരു പോലീസ് സംസ്കാരം ഇതിനകത്തുണ്ടായി. ഞാൻ തിരുവനന്തപുരം മുതൽ ഇങ്ങ് കോഴിക്കോട് വരെയുള്ള ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ പല കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തു. റൈറ്റർ മധു, SHO ദിനേഷ് കോറോത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലിപ്പുഴ UAE KMCCയുടെ ചികിത്സാ ഉപകരണങ്ങൾ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി കൈമാറി. സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. മണലിപ്പുഴ UAE KMCCയുടെ ചികിത്സാ ഉപകരണങ്ങൾ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കൈമാറി. സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഓരോ പ്രദേശത്തും ഇടപെടൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോ ഗ്രാമങ്ങളിലും അതത് പ്രദേശത്തെ KMCCയുടെ പ്രവർത്തകന്മാർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ആ സിലിണ്ടറിൻ്റെ ഒരു അനിവാര്യത ആ ഘട്ടത്തിലാണ് തിരിച്ചറിയുക. കാരണം രോഗം ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ ഇത്തരം ഉപകരണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ഇവിടെ ഒരു വലിയ ദൗത്യമാണ് KMCC ഏറ്റെടുത്തിട്ടുള്ളത്. കണിയേരി ഗാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഓക്സിജൻ കൺസെൻട്രേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, ഹോസ്പിറ്റൽ ബെഡ്, എയർ ബെഡ്, വാക്കർ തുടങ്ങിയ ഉപകരണങ്ങളാണ് കൈമാറിയത്. KMCCയുടെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ചടങ്ങിൽ മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ നൂഹ് കരിങ്ങപ്പാറ, N ജാബിർ, VK ജലീൽ, യൂസഫ് കൊടിയങ്ങൽ, ഹാജി C ഇബ്രാഹിം, സുബൈദ കബീർ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 21,445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,45,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.73 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 21,445 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,300, കോഴിക്കോട് 2,534, തൃശൂർ 2,465, എറണാകുളം 2,425, പാലക്കാട് 2,168, കൊല്ലം 1,339, കണ്ണൂർ 1,338, ആലപ്പുഴ 1,238, കോട്ടയം 1,188, തിരുവനന്തപുരം 933, വയനാട് 720, പത്തനംതിട്ട 630, ഇടുക്കി 589, കാസർഗോഡ് 578 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,45,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.73 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 160 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,280 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 20,316 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 945 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 111 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,723 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പേർക്കുൾപ്പെടെ 3,300 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18.65% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പേർക്കുൾപ്പെടെ 3300 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18.65% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 3232 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 36 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധയുണ്ടായത്. കൂടാതെ വിദേശത്ത് നിന്നും ജില്ലയിലെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 16 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3297 പേരാണ് വ്യാഴാഴ്ച രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,12,104 ആയി. 1720 പേരാണ് ജില്ലയിൽ കോവിഡ് ബാധിതരായി മരിച്ചത്. തിരൂർ തെക്കുമുറി സ്വദേശി കുണ്ടലിൽ മുഹമ്മദ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഭാര്യ ഖൈറുന്നീസ, മക്കൾ ഫനാസ്, റഹീക, ഫെമി, ഫിൻസി എന്നിവരാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രിപ്പിൾ ലോക്ക്ഡൌണിനായി ഇനി വാർഡ് മുഴുവൻ അടച്ചിടില്ല. 100 മീറ്ററിനുള്ളിൽ 5 രോഗികളുണ്ടെങ്കിൽ ആ മേഖല മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ഒരു വീട്ടിൽ 1 രോഗിയുണ്ടെങ്കിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാകും. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. പ്രതിവാര ജനസംഖ്യാ റേഷ്യ 8-ൽ കൂടുതലുള്ള തദ്ദേശ വാർഡുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പുതിയ കോവിഡ് നിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് LDF നിലനിർത്തി 244 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മൂത്താട് സജിലയാണ് വിജയിച്ചത്. വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച LDFിലെ സഹിറ ബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഓണപ്പൂവിളിയുമായി അത്തം വന്നെത്തി. സമൃദ്ധിയുടെ സ്മരണകൾ ഉയർത്തി അത്തച്ചടങ്ങുകൾക്ക് തുടക്കം. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. സംസ്ഥാനത്ത് ഇന്ന് 21,445 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,45,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.73 ആണ്. ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പേർക്കുൾപ്പെടെ 3300 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.